ഒന്നാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ബൈ ചൂസിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഫ്രം ദോസ് ഗിവൺ ബിലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിലൊരു വിട്ട ഭാഗം ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ വരുന്ന വേർഡ് ഏതായിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ പ്ലാൻ, ഓപ്ഷൻ ബി പ്ലാനിങ്, ഓപ്ഷൻ സി പ്ലാൻസ്, ഓപ്ഷൻ ഡി തിങ്ക്. അപ്പം ഇവിടെ വി ആർ ഡാഷ് ടു ഗോ ഔട്ട് ഫോർ എ പിക്നിക് ടുമോറോ. അങ്ങനെയെങ്കിൽ ഡാഷ് കൊടുത്ത അവിടെ എന്തായിരിക്കും വരുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, പ്ലാനിങ്. വി ആർ പ്ലാനിങ് ടു ഗോ ഔട്ട് ഫോർ എ പിക്നിക് ടുമോറോ. അടുത്ത ചോദ്യം, സെലക്ട് ദ വേർഡ് സ്പെൽഡ് ഇൻകറക്റ്റ്ലി. താഴെ നമുക്ക് 4 വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ ഒന്നിൻ്റെ സ്പെല്ലിങ് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ കാർപ്പൻ്റർ, ഓപ്ഷൻ ബി ഡെൻറ്റിസ്റ്റ്, ഓപ്ഷൻ സി ഡോക്ടർ, ഓപ്ഷൻ ഡി പ്ലംബർ. അപ്പോൾ ഇതിൽ ഏതിൻ്റെ ഒന്നിൻ്റെ സ്പെല്ലിങ് മിസ്പെൽട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ അതേതാണ്? ഓപ്ഷൻ ബിയിൽ കൊടുത്തിട്ടുള്ളതാണ് തെറ്റിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്, ഡെൻറ്റിസ്റ്റ്. ഡെൻറ്റിസ്റ്റിൻ്റെ സ്പെല്ലിങ് DENTIST. ഇങ്ങനെയാണ് ഡെൻറ്റിസ്റ്റിൻ്റെ സ്പെല്ലിങ്. ഓപ്ഷൻ ബി ആണപ്പം ശരി ഉത്തരം. അടുത്ത ചോദ്യം, 4 alternatives are given for the bold idiom or phrase. Choose the alternative which best express the meaning of the idiom or phrase. അപ്പോൾ ഇവിടെ നമുക്ക് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഇവിടെ ടു ഹോൾഡ് സംതിങ് ഇൻ ലീഷ്. ടു ഹോൾഡ് സംതിങ് ഇൻ ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ നമുക്ക് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് അതിനെ അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ ടു ഡിസ്മിസ്, ഓപ്ഷൻ ബി ടു ഡിസപ്പോയിൻറ്റ്, ഓപ്ഷൻ സി ടു റിസ്ട്രെയിൻ, ഓപ്ഷൻ ഡി ടു ഡിസ്കറേജ്. ഓപ്ഷൻ സി ആണ് അതിൽ ശരി ഉത്തരം, ടു റിസ്ട്രെയിൻ. നെക്സ്റ്റ് ഇവിടെ തന്നിട്ടുള്ളത് ഓഫ് ദ കഫ്. ഓഫ് ദ കഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ സ്ട്രെസ്ഫുൾ, ഓപ്ഷൻ ബി സ്പോണ്ടേനിയസ്, ഓപ്ഷൻ സി ട്രിക്കി, ഓപ്ഷൻ ഡി ചാലഞ്ചിങ്. ഓഫ് ദ കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മീനിങ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്പോണ്ടേനിയസ്. അടുത്ത ചോദ്യം, ചൂസ് ദ വേർഡ് സിമിലർ ഇൻ മീനിങ് ടു ദ ഗിവൺ വേർഡ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു വേർഡ് തന്നിട്ടുണ്ട് ഇവിടെ, പ്രോലോഗ്. അപ്പം അതിൻ്റെ സെയിം മീനിങ് ആയിട്ട് വരുന്ന മറ്റൊരു വേർഡ് തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഇൻട്രൊഡക്ഷൻ, ഓപ്ഷൻ ബി സ്പീച്ച്, ഓപ്ഷൻ സി എലോക്യൂഷൻ, ഓപ്ഷൻ ഡി റിവ്യൂ. സോ പ്രോലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു മ്യൂസിക്കൽ വർക്ക് അല്ലെങ്കിൽ ഒരു ഡ്രാമാറ്റിക് വർക്ക്, ലിറ്റററി വർക്ക്, അതിൻ്റെയൊക്കെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന് വേണമെങ്കിൽ ഒരു പ്രോലോഗ് എന്ന മീനിങ് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. സോ അപ്പോൾ ഇതിൽ ആപ്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇൻട്രൊഡക്ഷൻ. അടുത്ത ചോദ്യം, ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് ദ 4 alternatives ചൂസ് ദ വൺ ദാറ്റ് ഈസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദ ഗിവൺ വേർഡ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ഒരു ഗിവൺ വേർഡ് തന്നിട്ടുണ്ട് ഡെലിക്വൻ്റ് എന്ന്. അപ്പം അതിൻ്റെ സെയിം മീനിങ് ആയിട്ട് വരുന്ന മറ്റൊരു വേർഡ് തന്നിട്ടുള്ള 4 ഓപ്ഷനിലുണ്ട്. ആ ഒരു വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നെഗ്ലിജൻറ്റ്, ഓപ്ഷൻ ബി നെഗ്ലിഗി, ഓപ്ഷൻ സി ടോബിഡ്, ഓപ്ഷൻ ഡി ടെർജിഡ്. അപ്പം ഇതിലേതായാലും ഡെലിക്വൻ്റ് എന്ന വേർഡിൻ്റെ സെയിം മീനിങ് ആയിട്ട് വരുന്നത്. സോ ഡെലിക്വൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയിലിംഗ് ഇൻ വൺസ് ഡ്യൂട്ടി, എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു മടി, അങ്ങനെയൊക്കെ ഉള്ളൊരു മീനിങ് ആണ് ഡെലിക്വൻ്റ് എന്ന് വരുന്നത്. സോ അപ്പം ഇതിൽ ഏതായിരിക്കും ഇതിൻ്റെ ഒരു സെയിം മീനിങ് വരുന്നത്? സോ ഓപ്ഷൻ എ ആണ് ഇതിൽ ഒരു സെയിം മീനിങ് വരുന്നത്. നെഗ്ലിജൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപേക്ഷാശീലമുള്ള, അപ്പം ഇതിൻ്റെ ഒരു സെയിം മീനിങ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇനി ടർബിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംതിങ് കൺഫ്യൂസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് ടെർജിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺജസ്റ്റഡ് എന്ന മീനിങ് ആണ് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം.
അടുത്ത ചോദ്യം നമുക്കൊരു ആക്റ്റീവ് വോയിസ് തന്നിട്ടുണ്ട്, അതിനെ പാസീവ് വോയിസ് ആക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആക്റ്റീവ് വോയിസ് ഇതാണ്: വി പ്രൊനൗൺസ് ദ നെയിം ആസ് ചെറൽ സെഡ് ദ വിമൺ. അങ്ങനെയെങ്കിൽ അതിൻ്റെ പാസീവ് വോയിസ് ഏതായിരിക്കും? ഓപ്ഷൻ എ, ദ വിമൺ സെഡ് ദാറ്റ് ദേ ഹാഡ് പ്രൊനൗൺസ്ഡ് ദ നെയിം ആസ് ചെറൽ. ഓപ്ഷൻ ബി, ദ വിമൺ സെഡ് ദാറ്റ് ദേ വെർ പ്രൊനൗൺസിങ് ദ നെയിം ആസ് ചെറൽ. Option C, the woman said that they pronounced the name as Cheryl. Option D, the woman said that they pronounced the name as Cheryl. So ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. The woman said that they pronounced the name as Cheryl. അടുത്ത ചോദ്യം സെൻറ്റൻസ് ഇംപ്രൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് തന്നിട്ടുണ്ട്: ഹി ഹാസ് എ ഹാബിറ്റ് ഓഫ് ഓർഡറിങ് എവ്രി വൺ അറൗണ്ട് വിച്ച് ഈസ് വൈ നോ വൺ ലൈക്സ് ഹിം. അങ്ങനെയെങ്കിൽ ഈ ഒരു സെൻറ്റൻസിൽ ഇവിടെ ഒരു അണ്ടർലൈൻ കൊടുത്തിട്ടുള്ള വേർഡുണ്ട്, ഓർഡറിങ് എവ്രി വൺ അറൗണ്ട്. അപ്പം ഈ ഒരു വേർഡിന് അതിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണ്ടേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ഓർഡറിങ് എവ്രി വൺ എബൌട്ട്. ഓപ്ഷൻ ബി, ഓർഡറിങ് എവ്രി വൺ. ഓപ്ഷൻ സി, ഓർഡറിങ് എവ്രി വൺ ഓഫ്. ഓപ്ഷൻ ഡി, നോ ഇംപ്രൂവ്മെൻറ്റ്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, നോ ഇംപ്രൂവ്മെൻറ്റ്. അടുത്ത ചോദ്യവും ഒരു ആക്റ്റീവ് വോയിസ് തന്നിട്ടുണ്ട്, അതിനെ പാസീവ് വോയിസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ക്വസ്റ്റ്യൻ: ഷീ ത്രൂ ദ റിങ് അറ്റ് ഹിം ആംഗർലി. അതായത് അയാളുടെ നേരെ ഈ സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിങ് ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ പാസീവ് വോയിസ് ആണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, the ring is thrown angrily at him by her. Option B, the ring was thrown angrily at him by her. Option C, the ring had been thrown angrily at him by her. Option D, the ring was being thrown angrily at him by her. അപ്പം ഇതിൻ്റെ പാസീവ് വോയിസ് ഓപ്ഷൻ ബി ആണ്, the ring was thrown angrily at him by her. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം: ഇൻ ദ ബിലോ ക്വസ്റ്റ്യൻസ് സം പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഹാവ് എറർ ആൻഡ് സം ആർ കറക്റ്റ്. ഫൈൻഡ് ഔട്ട് വിച്ച് പാർട്ട് ഓഫ് എ സെൻറ്റൻസ് ഹാസ് ആൻ എറർ. ഇഫ് എ സെൻറ്റൻസ് ഈസ് ഫ്രീ ഫ്രം എറർ ചൂസ് ദ നോ എറർ ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, താഴെ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് മൂന്നെണ്ണാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിലെന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എററുള്ള ഭാഗം ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എറർ ഇല്ലെങ്കിൽ നോ എറർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ സെൻറ്റൻസ് നോക്കാം: ഓവർ ദ പ്രൊട്ടക്സ്റ്റ് ഓഫ് ഹെൽപ്പിംഗ്, ദ ഓവർ ബർഡൻഡ് കുക്ക്, ദ ഗേൾസ് ഈവൻ അസിസ്റ്റഡ് ഇൻ സെർവിങ് ദ മീൽസ്. അപ്പം ഇതിലേതെങ്കിലും ഭാഗത്ത് എറർ ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ ഇതിൽ ഈ ഒരു ഫസ്റ്റ് ഭാഗത്ത് എറർ ഉണ്ട്. ഇവിടെ ഓവർ ദ പ്രൊട്ടക്സ്റ്റ് ഓഫ് ഹെൽപ്പിംഗ് എന്നല്ല കൊടുക്കേണ്ടത്, ഇവിടെ ഓവറിന് പകരം അണ്ടറാണ് കൊടുക്കേണ്ടത്. അണ്ടർ ദ പ്രൊട്ടക്സ്റ്റ് ഓഫ് ഹെൽപ്പിംഗ്. സോ ഒന്നിലാണ് തെറ്റുള്ളത്, ഒന്ന് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ഡിയിലാണ്. സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. കോസ്റ്റ് ഗാർഡിൻ്റെ എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.